ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക് സർജറിയെ പറ്റിയാണ്. എന്താണ് റോബോട്ടിക് സർജറി? നമ്മുടെ സർജറി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. പണ്ട് കാലത്ത് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വയറ് തുറന്നും മുറിച്ച് അങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. പിന്നെ പണ്ട് കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുള്ളത് വന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വയറ് തുറക്കാതെ ഒരു ചെറിയൊരു കിഴുത്ത പോലെ ചെറിയൊരു 1 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ചെറിയ മുറിവിലൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇപ്പം കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് ലോകത്ത് പല സ്ഥലത്തും ചെയ്തു വരുന്നതാണ് റോബോട്ടിക് സർജറി. ഈ റോബോട്ടിക് സർജറിയിൽ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും ഒരു റോബോട്ടിൻ്റെ സഹായത്തോടു കൂടെ ചെയ്യുന്ന സർജറിക്കാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. ഈ റോബോട്ടിക് സർജറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയ പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന ശസ്ത്രക്രിയയിൽ നമ്മൾ വലിയൊരു മുറിവുണ്ടായിരിക്കും. അപ്പം ഈ വലിയ മുറിവുള്ളതിനാൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഓപ്പറേഷൻ ശേഷം പേഷ്യൻറ്റിന് വേദനയുള്ളത് കൂടുതലായിരിക്കും. അതുപോലെ പേഷ്യൻറ്റിന് തിരിച്ച് നോർമലായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരാനും കുറച്ച് സമയമെടുക്കും. അതേ സമയത്ത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണെങ്കിൽ നമുക്ക് മുറിവിൻ്റെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് പേഷ്യൻറ്റിന് പെട്ടെന്ന് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേഷന് ശേഷമുള്ള വേദനയൊക്കെ കുറയ്ക്കാനും പറ്റും. പക്ഷേ ഈ നമ്മൾ പണ്ടത്തെ ചെയ്യുന്ന രീതിയിലുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രോബാക്സും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രഡീഷണലി നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കാം, നമ്മളിവിടെ പുറത്തുനിന്ന് നമ്മളിവിടെ കൈ അനക്കുമ്പോൾ ഇതിൻ്റെ ഈ അറ്റത്താണ് നമ്മൾ അനക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മളൊരു ചെറിയൊരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ചെറിയൊരു ദ്വാരം വഴി വയറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട്. എന്ന് വെച്ചാൽ ഞാനിവിടെ പുറത്തനക്കുമ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് അകത്തനക്കും. അതുപോലെ നമുക്കപ്പം ഞാനിത് ഇവിടെ തുറക്കുമ്പോൾ ഇത് അകത്ത് തുറക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് ശ്രദ്ധിക്കാം, ഇതെനിക്ക് തുറക്കാനും അടയ്ക്കാനും മാത്രമേ പറ്റുന്നുള്ളൂ. അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ട് ചെരിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. അതേസമയം നമ്മൾ റോബോട്ടിക് സർജറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ജോയിൻറ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് ഈ ഫൈനായിട്ട് ഇതിൻ്റെ അറ്റത്തും നമുക്ക് വളയ്ക്കുകയും തിരിക്കുകയും ചെയ്യാം. നമുക്ക് ഈ വളയ്ക്കുകയും തിരിക്കുകയും ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് സർജറിയുടെ പ്രിസിഷൻ കൂട്ടാൻ പറ്റും. നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറീസ് ഇതും കൊണ്ട് സാധ്യമാണ്. അതും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ റോബോട്ടിക് സർജറി യൂറോളജിയിൽ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് മെയിനായിട്ട് യൂസ് വരുന്നത്? റോബോട്ടിക് സർജറി വെച്ച് നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സർജറീസും ചെയ്യാൻ പറ്റും. കമ്പയർ ടു ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് ചിലപ്പോൾ എളുപ്പമായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാ സർജറീസും നമ്മൾ റോബോട്ടിക് സർജറി നമ്മൾ അതിന് റെക്കമെൻഡ് ചെയ്യാറില്ല. ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് റോബോട്ടിക് സർജറിക്ക് എന്തെങ്കിലും ഡ്രോബാക്ക് ഉള്ളതുകൊണ്ടല്ല. നമുക്ക് മെയിനായിട്ട് ഈ റോബോട്ടിക് സർജറിയുടെ അഡ്വാൻറ്റേജസ് നമുക്ക് യൂസ് വരുന്നത് നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ സർജറി, അതുപോലെ കിഡ്നിയുടെ ക്യാൻസറിൻ്റെ സർജറി, ഈ 2 അസുഖങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് മൂത്രസഞ്ചി നീക്കിവെക്കൽ, കല്ലിൻ്റെ സർജറി, മൂത്രത്തിൻ്റെ നാളിയുടെ ചുരുക്കത്തിൻ്റെ അസുഖങ്ങൾ, അതിനൊക്കെ നമുക്ക് റോബോട്ടിക് സർജറി ഉപയോഗിക്കാൻ സാധ്യമാണ്. പിന്നെ പല സെൻറ്റേഴ്സിലും നമുക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലും ഇപ്പോൾ റോബോട്ട് വെച്ചാണ് ചെയ്യാറ്. ഈ ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോബോട്ടിക് സർജറിക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് അഡ്വാൻറ്റേജസ് ഉള്ളത്? ലാപ്രോസ്കോപ്പിക് സർജറി ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അതിൻ്റെ ഇൻസ്ട്രുമെൻസിന് കുറച്ചൊരു പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചില ടൈപ്പ് ഓപ്പറേഷനുകളിൽ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ദൈർഘ്യം കൂടുതലായിരിക്കും. അതുപോലെ നമ്മളിത് ഇൻസ്ട്രുമെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വലിവ് വരികയും അത് കാരണം ഓപ്പറേഷന് ശേഷം ചിലപ്പോൾ വേദനകളും കാര്യങ്ങളും ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നെ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഫൈനായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും തുന്നിപ്പിടിപ്പിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രിസിഷനോടുകൂടി തുന്നിപ്പിടിപ്പിക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി സാധ്യത കുറവാണ്.
ലാപ്രോസ്കോപ്പിക് സർജറിയിലും റോബോട്ടിക് സർജറിയിലും ഏകദേശം ഉണ്ടാകുന്ന മുറിവുകളുടെ എണ്ണവും അളവും ഓൾമോസ്റ്റ് സെയിം ആണ്. റോബോട്ടിക് സർജറി ആയാലും ലാപ്രോസ്കോപ്പിക് സർജറി ആയാലും 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്ററിൻ്റെ 3-4 താക്കോൽ ദ്വാരങ്ങളിലൂടെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. റോബോട്ടിക് സർജറിയും വയർ തുറന്നുള്ള ശസ്ത്രക്രിയയും തമ്മിൽ എന്താണ് വ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വയർ തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നമുക്കറിയാം വയർ നല്ല 10-15 സെൻറ്റിമീറ്റർ ഒക്കെ വരെ നമ്മൾ അത് മുറിവുണ്ടാക്കി അതിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കാരണം ഓപ്പറേഷൻ ശേഷം ഉണ്ടാകുന്ന വേദനയും അതുപോലെ ഉണ്ടാകും. അതുപോലെ വയർ തുറന്നുള്ള ഓപ്പറേഷനിൽ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പല കാര്യങ്ങളും മാഗ്നിഫിക്കേഷൻ ഇല്ലാതെ സാധാരണ രീതിയിലാണ് കാണുന്നത്. അതേസമയം റോബോട്ടിക് സർജറിയിലാണെങ്കിൽ നമ്മൾ കാണുന്നത് വളരെ മാഗ്നിഫൈഡ് ആണ്. റോബോട്ടിക് സർജറിയിൽ നമുക്ക് വേണമെങ്കിൽ അപ് ടു 25 ടൈംസ് എന്ന് വെച്ചാൽ 25 തവണ വരെ നമുക്കിത് മാഗ്നിഫൈഡ് ആയിട്ട് വേണമെങ്കിലും കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഓരോരോ സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റായിട്ട് ഡിസെക്റ്റ് ചെയ്യാനും അത് വളരെ സഹായകരമായിരിക്കും. റോബോട്ടിക് സർജറിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോബോട്ടിക് സർജറിക്ക് ആസ് സച്ച് ഡിസഡ്വാൻറ്റേജസ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ റോബോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട്, എന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിൽ നമുക്ക് റോബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഡോക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ആ ഡോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് സമയം വേണ്ടി വരും. അപ്പം അത് കാരണം ഉണ്ടാകുന്ന ഈ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ലോങ് ആയിട്ടൊരു വലിയ സർജറിയിലാണെങ്കിൽ ഈ 10-15 മിനിറ്റ് നമ്മൾ ഈസിലി മേക്കപ്പ് ചെയ്യും. വേറെ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോബോട്ടിക് സർജറി ഓപ്പൺ സർജറിയേക്കാളും താക്കോൽ ദ്വാര ശസ്ത്രക്രിയയെക്കാളും എപ്പോഴും കുറച്ച് റേറ്റ്സ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഫൈനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതിന് എന്തായാലും ഓവർകം ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് അതിൽ. റോബോട്ടിക് സർജറിയെ പറ്റി പല രോഗികളും സ്ഥിരമായിട്ട് ചോദിക്കാറായിട്ടുള്ള കുറച്ച് ഡൗട്ടാണ് ഈ റോബോട്ടിനെ പറ്റി കുറച്ചൊന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ റോബോട്ട് സാധാരണ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റോബോട്ടാണ്. അതിന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുള്ളത് ഡാവിഞ്ചി XI എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസസ് ആണുള്ളത്. ഒരു പേഷ്യൻ്റ് കാർട്ടുണ്ട്, ഒരു സർജൻസ് കോൺസോളുണ്ട്, ഒരു വിഷൻ കാർട്ടുണ്ട്. സർജൻസ് കോൺസോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മെഷീനാണ്. അവിടെയാണ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻ ഇരിക്കുന്നത്. ഈ സർജൻ താങ്കളുടെ കൈകളും കാലുകളും ഉപയോഗിച്ചിട്ടാണ് ഈ റോബോട്ടിൻ്റെ ചലനത്തിനെ നിയന്ത്രിക്കുന്നത്. സർജൻ കൈകൾ അനക്കുമ്പോൾ ഈ റോബോട്ട് ഈ കൈകളുടെ സിമിലർ ആയിട്ടുള്ള അനക്കം ശരീരത്തിൻ്റെ ഉള്ളിലും ചെയ്യും. അത് നമുക്ക് സർജന് പല വിധത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം അതുപോലെ തന്നെ സർജൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ മാഗ്നിഫിക്കേഷൻ, അതുപോലെ കറണ്ട് സോഴ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സർജൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് വിഷൻ കാർട്ട്. വിഷൻ കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രോഗിയുടെ സൈഡിൽ വെക്കുന്ന ഒരു ടവർ പോലത്തെ ഒരു സാധനമാണ്. ഇതിലാണ് ഈ റോബോട്ടിൻ്റെ കൺട്രോൾ ചെയ്യുന്ന കുറേ ഇലക്ട്രോണിക്സും അതുകൂടാതെ നമുക്ക് ഈ റോബോട്ടിൻ്റെ സൈഡിൽ നിന്ന് അസിസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് എന്താണ് ഉള്ളിൽ സംഭവിക്കുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇതിലാണ്. പിന്നെ മൂന്നാമത്തേതാണ് നമ്മുടെ പേഷ്യൻ്റ് കാർട്ട്. പേഷ്യൻ്റ് കാർട്ടിൽ കോമൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള റോബോട്ട് അതാണ്. അതിൽ നമുക്ക് 4 ആംസ് ഉണ്ട്. 4 ആംസ് എന്ന് പറഞ്ഞാൽ 4 കൈകൾ. ഈ 4 കൈകളിൽ ഒരെണ്ണം ക്യാമറയ്ക്കായിരിക്കും, ബാക്കി 3 എണ്ണം നമ്മൾ സർജറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനായിരിക്കും. ഈ 4 ആംസ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർജൻ കോൺസോളിൽ ഇരിക്കുന്ന സർജൻ എന്ത് മൂവ്മെൻറ്റ് ചെയ്യുന്നോ അതേ മൂവ്മെൻറ്റ് ഈ പേഷ്യൻ്റ് കാർട്ട് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യും. അതേ മൂവ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പിന്നെ സ്ഥിരമായിട്ട് വരാറുള്ളൊരു സംശയം, ഈ ഡോക്ടർ ഇല്ലാതെ ഈ റോബോട്ട് സർജറി ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് വളരെ കോമൺ ആയിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ നമ്മുടെ ഈ ഉള്ള റോബോട്ടിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സ്ലേവ് സിസ്റ്റം എന്ന് പറയും. എന്ന് വെച്ചാൽ ഡോക്ടർ അതിൻ്റെ മാസ്റ്ററും റോബോട്ട് സ്ലേവുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡോക്ടർ എന്ത് ചെയ്യുന്നോ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ മാത്രമേ ഈ റോബോട്ടിന് കഴിവുള്ളൂ. ഈ റോബോട്ടിന് സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും കഴിവില്ല. അപ്പം സർജൻ അവിടെ പുറത്തിരുന്ന് ചെയ്യുന്ന കമാൻഡ്സ് അതേപടി എക്സാക്ട്ലി ആ സെയിം സമയത്ത് അകത്ത് ചെയ്യാൻ മാത്രമേ ഈ റോബോട്ടിനുള്ള കഴിവുള്ളൂ. പിന്നെ
ഒരു ഡൗട്ട് പല പേഷ്യൻസും ചോദിക്കുക, ഈ റോബോട്ടിനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ ഇരിക്കുമോ? അങ്ങനെയൊന്നും അല്ല. ഈ റോബോട്ട് മനുഷ്യനുമായിട്ട് ഒരു യാദൃശ്യവും ഇല്ലാത്തൊരു മെഷീനാണ്. അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ റോബോട്ട് മനുഷ്യനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ടി വിയിലും സിനിമയ്ക്കകത്തുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് റോബോട്ടിക് സർജറിയെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. പല കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസും നമുക്ക് വളരെ പ്രിസിഷനോടുകൂടിയും സേഫ് ആയിട്ടും ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. എല്ലാ രോഗങ്ങളിലും അസുഖങ്ങളിലും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർജറീസിന് അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്.